1833 നിയമപ്രകാരം നിയമിതനായ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു വില്യം ബെന്റിക്. ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരായിരിക്കണം എന്നതായിരുന്നു വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രഖ്യാപനം. 1829 സതിയും പെൺശിശുഹത്യയും അദ്ദേഹം നിരോധിച്ചു. വില്യം ബെന്റിക് ഇംഗ്ലീഷിനെ കോടതി ഭാഷയാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് 1835 കൊൽക്കത്തയിൽ സ്ഥാപിതമായത് വില്യം ബെന്റിക്കിന്റെ കാലത്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു അദ്ദേഹം. വില്യം ബെന്റിക് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചുവാർക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് മെക്കാളി പ്രഭു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെടുന്നത് മെക്കാളി പ്രഭുവാണ്. സർ ചാൾസ് മെറ്റ്കാഫ് പ്രസിന്റെ മേലുള്ള നിയന്ത്രണം അദ്ദേഹം നിർത്തലാക്കി. പത്രത്തിന്റെ വിമോചകൻ, ദ ലിബറേറ്റർ ഓഫ് പ്രസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നയം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അവതരിപ്പിച്ച ഗവർണർ ജനറലായിരുന്നു ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയം പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. അവസാനത്തെ നാട്ടുരാജ്യം ഔധായിരുന്നു. ബാലാജി ബാജിറാവുവിന്റെ വളർത്തുപുത്രനായ നാനാ സാഹിബിന് ദത്തവകാശ നിരോധന നയം കാരണം പേഷ്വാഷിപ്പിന്റെ അധികാരം നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി അദ്ദേഹം സിംലയെ അവതരിപ്പിച്ചു. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയായിരുന്നു. തപാൽ, ഇലക്ട്രിക് ടെലഗ്രാഫ് സംവിധാനം അവതരിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. അദ്ദേഹം ഇലക്ട്രിക് ടെലഗ്രാഫ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിച്ചത് കൽക്കട്ട മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. ശീർഷകങ്ങളും പെൻഷനുകളും നിർത്തലാക്കിയ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു അദ്ദേഹം. ഡൽഹൌസി പ്രഭു പൊതുമരാമത്ത് വകുപ്പും അവതരിപ്പിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പ്രമാണം എന്നറിയപ്പെടുന്ന സർ ചാൾസ് വുഡിന്റെ വിദ്യാഭ്യാസ ശുപാർശകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു.